ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് സർക്കുലർ റേസിനെ ബേസ് ഓക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ റേസിനെ ബേസ് ചെയ്തിട്ട് TCS 2024 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 800 മീറ്റർ റേസിൽ രണ്ട് ആൾക്കാർ മത്സരിക്കുന്നുണ്ട്, അങ്കൂറും നേഹയും. അവരുടെ സ്പീഡിന്റെ റേഷ്യോ 5:6 ആണ്. അങ്കൂർ ഹാസ് എ ഹെഡ് സ്റ്റാർട്ട് ഓഫ് 200 മീറ്റർ, ദെൻ അങ്കൂർ വിൽ വിൻ ബൈ. ഓക്കെ, ഒരു ക്വസ്റ്റ്യനിൽ നമുക്കൊരു എളുപ്പവഴി തന്നിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്കൂർ വിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ആര് വിൻ ചെയ്യണമെന്നോ കണ്ടുപിടിക്കണമായിരുന്നു. ഓക്കെ, ദെൻ അങ്കൂർ ഹാസ് എ ഹെഡ് സ്റ്റാർട്ട്. അങ്കൂർ ഹെഡ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതിനർത്ഥം, അല്ലെങ്കിൽ അങ്കൂറിന് ഹെഡ് സ്റ്റാർട്ട് കിട്ടുന്നു എന്ന് പറയുന്നതിനർത്ഥം, നേഹയ്ക്ക് 800 ഓടേണ്ടി വരുമ്പോൾ ആ ഒരു റേസിൽ അവൻ നേഹേനേക്കാളും 200 കുറച്ച് 600 ആർക്ക് ഓടിയാൽ മതി? നമ്മുടെ ഈ പറയുന്ന അങ്കൂറിന് ഓടിയാൽ മതി. ദെൻ അങ്കൂർ ജയിക്കുന്നു എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അങ്കൂർ ജയിക്കുന്നു എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അങ്കൂറിന്റെ സ്പീഡ്, ഇത് കോൺസെപ്റ്റ് അറിയാവുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് എടുക്കാം, ഇല്ലെങ്കിൽ 5x അല്ലെങ്കിൽ 6x ഇവരുടെ സ്പീഡ് എടുത്തു കഴിഞ്ഞാൽ ആ റേഷ്യോ മാറ്റിയിട്ട് ഇതായിരിക്കും ഈ ഒരു ടൈമിലായിരിക്കും അങ്കൂർ ഫിനിഷ് ചെയ്തത്. ഓക്കെ, ഈ ഒരു ടൈമിൽ നമ്മുടെ നേഹ എവിടെ എത്തിയെന്ന് നോക്കിയാൽ പോരെ? നേഹ എവിടെ എത്തിയെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നേഹ എവിടെ എത്തിയെന്ന് നോക്കാൻ വേണ്ടി 6x നേഹയുടെ സ്പീഡ്, ഇത് ടൈമാണ്, ഇത് സ്പീഡാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, കോൺസെപ്റ്റ് അറിയാവുന്നവർക്ക് ഡയറക്റ്റ് ആയിട്ട് 600/5 × 6 എന്ന് എഴുതാം. കാരണം ഈ എക്സ് വെട്ടിപ്പോകുന്ന അറിയാം. സോ 120, അതായത് 720 മീറ്ററിലേ എത്തുള്ളൂ. മീൻസ് അങ്കൂർ ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ 200 മീറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട്, ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയിട്ട് ഫിനിഷിംഗ് പോയിന്റിൽ എത്തുമ്പോൾ നേഹ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് 720 കവർ ചെയ്യുന്നുള്ളൂ. അതായത് 80 മീറ്റർ പുറകിലാണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും ഫൈനൽ ആൻസർ.